ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. 1-ാം തീയതിയിലെ ഡ്രൈ ഡേയിൽ ഉപാധികളോടെ മാറ്റം വരുത്താൻ ശുപാർശ ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിന്റെ കരടിലാണ് ശുപാർശ. 1-ാം തീയതി മദ്യ ഷോപ്പുകൾ മുഴുവനായി തുറക്കില്ല. പകരം ടൂറിസം, ഡെസ്റ്റിനേഷൻ, വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ ഇളവ് വേണമെന്നും ശുപാർശയിൽ പറയുന്നു. അന്താരാഷ്ട്ര കോൺഫറൻസ്, ഡെസ്റ്റിനേഷൻ, വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവ് വേണമെന്നും ശുപാർശയിലുണ്ട്. CPM-ലും ഇടതുമുന്നണിയിലും നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, ഡ്രൈ ഡേയിൽ ഉപാധികളോടെ മാറ്റം വരുത്താനുള്ള ഒരു ശുപാർശയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീയതി മദ്യവിതരണത്തിന് അനുമതി നൽകണമെന്നും ബാർ ഉടമകൾ ഏറെക്കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ്. എന്നാൽ മദ്യനയത്തിൽ മാറ്റം വരുത്താനായി പണം പിരിക്കുവാനുള്ള ബാർ ഉടമകളുടെ ശബ്ദ സംഭാഷണം ഈ ഇടയ്ക്ക് പുറത്തു വരികയും വിവാദമാവുകയും ചെയ്തു. ഇതോടെ പൂർണ്ണമായി ഡ്രൈ ഡേ ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഉപാധികളോടെ മാറ്റം വരുത്തുമെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ വേണ്ടി കഴിയുക. ഡ്രൈ ഡേയിലെ മദ്യവിതരണത്തിലാണ് ഉപാധികളോടെ മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുപാർശ ഉള്ളത്. 1-ാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകില്ല. പകരം മെസ് ടൂറിസം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, ഡെസ്റ്റിനേഷൻ, വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ അടക്കമുള്ള പ്രദേശങ്ങളിലായിരിക്കും ഈ ഒരു പ്രത്യേക ഇളവ് അനുവദിക്കുക. മദ്യവിതരണം എങ്ങനെയാകണമെന്നത് അടക്കമുള്ള ചട്ടങ്ങളിൽ വ്യക്തത വരുത്തും എന്നുള്ളതാണ്. എന്തായാലും CPM-ഉം CPI അടക്കമുള്ള LDF കക്ഷികളുമായി ആലോചിച്ചുകൊണ്ടായിരിക്കും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോവുക എന്നുള്ളതാണ്. ഡ്രൈ ഡേ കാരണം കോടികളുടെ നഷ്ടം വരുന്നു എന്ന നികുതി വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും ഒരു റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലൊരു ശുപാർശ എന്നുള്ളതാണ്, ഈ കരട് നയത്തിൽ ശുപാർശ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും LDF കൃത്യമായി തന്നെ കൂടി ആലോചിച്ച് ഈ മദ്യനയത്തിൽ മാറ്റം വേണമോ അല്ലെങ്കിൽ ഭാഗികമായി മാറ്റം വേണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. മദ്യനയത്തിന്റെ കരടിലുള്ള ശുപാർശയാണ് ഇത്. 1-ാം തീയതിയിലെ ഡ്രൈ ഡേയിൽ ഉപാധികളോടെ മാറ്റം വരുത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. മദ്യനയത്തിന്റെ കരടിൽ 1-ാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ല. പകരം ടൂറിസം, ഡെസ്റ്റിനേഷൻ, വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ ഇളവ് വേണമെന്ന് ശുപാർശയിൽ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര കോൺഫറൻസ്, ഡെസ്റ്റിനേഷൻ, വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവ് വേണമെന്നും ശുപാർശയിൽ പറയുന്നു. ഏതായാലും CPM-ലും ഇടതുമുന്നണിയിലും നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് റിനു റിപ്പോർട്ട് ചെയ്യുന്നത്.